ഗുഡ് മോർണിംഗ്. മാനേജറിയൽ എക്കണോമിക്സിലത്തെ ഇൻട്രൊഡക്ഷൻ ടു മാനേജറിയൽ എക്കണോമിക്സ് എന്ന ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്. മെയിനായിട്ടും 5 ഉണ്ട്. ഫസ്റ്റ് വൺ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, second one principle of incrementalism, then next one principle of time perspective, then principle of discounting and equimarginal principles. ഇങ്ങനെ 5 പ്രിൻസിപ്പിൾസിൻ്റെ ബേസിലാണ് നമ്മൾ മാനേജറിയൽ എക്കണോമിക്സ് മുന്നോട്ട് പോകുന്നത്. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ബ്രോഡ് കോൺസെപ്റ്റ്സിൽ വളരെയധികം പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിൽ നമ്മുടെ ബിസിനസ് ഏരിയയിൽ അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന ഈ 5 സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഓരോ പ്രിൻസിപ്പിൾസിനും ഓരോ അപ്ലിക്കേഷനിൽ സെപ്പറേറ്റ് പഠിച്ചു വെക്കണം. അതാണ് അതിൻ്റെ അപ്ലിക്കേഷനും കൂടി എഴുതുമ്പോഴാണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രിൻസിപ്പിൾ മാത്രം പഠിച്ചാൽ പോരാ, അതെന്തിനാണ് ആ പ്രിൻസിപ്പിൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ ഏരിയാസിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമുക്കത് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരിക, അതിൻ്റെ അപ്ലിക്കേഷൻ ഏരിയയോടും കൃത്യമായിട്ട് പഠിച്ചാലാണ് നമുക്കത് ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. Today's topic is models or theories on objectives of firm. നമ്മൾ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫേമിനെ ഗൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മോഡൽസ് അല്ലെങ്കിൽ തിയറീസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ട്രഡീഷണലി പ്രോഫിറ്റ് മാക്സിമൈസേഷൻ വാസ് അസ്യൂംഡ് ടു ബി ദ മെയിൻ ഗോൾ ഓഫ് ബിസിനസ്മെൻ. മോഡേൺ ബിസിനസ് ഹാവ് മൾട്ടിപ്പിൾ ആൻഡ് ഡൈവേഴ്സിഫൈഡ് ഗോൾസ്. അതായത് നമുക്ക് പറയാം, ഒരു ബിസിനസ് എന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു BBA ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും എന്തിനു വേണ്ടിയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക? ഫോർ മേക്കിംഗ് പ്രോഫിറ്റ്. അപ്പോൾ ട്രഡീഷണൽ ആയിട്ട് നമുക്കുള്ള വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ് ഓഫ് എ ബിസിനസ് ഫേം ഈസ് ടു മേക്ക് പ്രോഫിറ്റ് ഓർ ടു മാക്സിമൈസ് ദി പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി കമ്പനി. നമ്മുടെ ബിസിനസ്സിൽ ഏതൊരു ബിസിനസ് ആയാലും അവരുടെ പ്രൈമറി ഒബ്ജക്റ്റീവായിട്ട് അവർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക എന്തായിരിക്കും? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആയിരിക്കും. അത് ട്രഡീഷണൽ ആയിട്ട്. ബട്ട് നൗ അല്ലെങ്കിൽ മോഡേൺ ബിസിനസ് ഹാവ് മൾട്ടിപ്പിൾ ആൻഡ് ഡൈവേഴ്സിഫൈഡ് ഗോൾസ്. ഇത് മോഡേൺ ബിസിനസ്സിലാണെങ്കിൽ അവർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അവരുടെ വൺ ഓഫ് ദി മെയിൻ ഒബ്ജക്റ്റീവ് ആണ്. അതിൻ്റെ കൂടെ വേറെ പല ഒബ്ജക്റ്റീവ്സും അവർ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതാണ് അവർക്ക് മൾട്ടിപ്ലൈ ആൻഡ് ഡൈവേഴ്സിഫൈഡ് ഗോൾസ്. ദ ഫേം മേ വിഷ് ടു മാക്സിമൈസ് പ്രോഫിറ്റ്, മാക്സിമൈസ് സെയിൽസ്, മിനിമൈസസ് കോസ്റ്റ് എക്സെട്ര. ഇതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് എന്തിന് തന്നെയാണ് വരുന്നത്? പ്രോഫിറ്റ് മാക്സിമൈസേഷനിലേക്ക് തന്നെയാണ് വരുന്നത്. പക്ഷെ അവർ ഒബ്ജക്റ്റീവ്സ് ഫിക്സ് ചെയ്യുമ്പോൾ അവർ വേറെ രീതിയിലും ഒരു ഡൈവേഴ്സിഫൈഡ് രീതിയിലാണ് അവർ എക്സ്പ്രസ് ചെയ്യുക. മാക്സിമൈസ് പ്രോഫിറ്റ് നമുക്കറിയാം. നെക്സ്റ്റ് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും മാക്സിമൈസ് സെയിൽസ് ആണ്. മാക്സിമൈസ് സെയിൽസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ബിസിനസ്സിൻ്റെ സെയിൽസ് കൂട്ടുക. അതായത് നമുക്കറിയാം, ഒരു ബിസിനസ് റൺ ചെയ്യുന്നത് സെയിൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സെയിൽസ് കൂടിയാലേ ആ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെ കൂടുന്നുണ്ട്. അപ്പം നമ്മൾ മാക്സിമൈസ് സെയിൽസിന് കോൺസെപ്റ്റിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് കൂട്ടാനായിട്ട് പറ്റുന്നു. ഓർ മിനിമൈസ് കോസ്റ്റ്, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? കോസ്റ്റ്, ചിലവ് ചുരുക്കിയാൽ മതി. ചിലവ് ചുരുക്കിയാലും നമ്മുടെ എന്ത് കൂടുന്നുണ്ട്? പ്രോഫിറ്റ് കൂടുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഡൈവേഴ്സിഫൈഡ് ഒബ്ജക്റ്റീവ്സും ഇൻഡയറക്റ്റ് ആയിട്ട് ഏതിലേക്ക് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്? പ്രോഫിറ്റ് മാക്സിമൈസേഷനിലേക്ക് തന്നെയാണ് അത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ വേറെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ മോഡേൺ ബിസിനസ് അങ്ങനെയാണ് ഒബ്ജക്റ്റീവ് ഫിക്സ് ചെയ്യുക. ട്രഡീഷണൽ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് തന്നെയാണ് മോഡേൺ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. പക്ഷെ അവരത് വേറൊരു രീതിയിലാണ് അത് പ്രസൻറ്റ് ചെയ്യുക. Okay, the firm may wish to maximize profit, maximize sales or minimize cost. Some managerial theories or models have been developed for explaining what the objectives of the firm should be and how it is achieved. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഫേം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ പല ബിസിനസ്സിനും പല ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റീവ് ആയിരിക്കും അവർ ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ടാവുക. അങ്ങനെ അവർ ഫിക്സ് ചെയ്യുന്നത് ഏത് മോഡൽസ്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കുറച്ച് മോഡൽസോ അല്ലെങ്കിൽ തിയറീസോ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സ്പ്ലെയിനിങ് വാട്ട് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഫേം ഷുഡ് ബി. ഒരു ബിസിനസ്സിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്തായിരിക്കണമെന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഹൗ ഇറ്റ് ഈസ് അച്ചീവ്. അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്ത ഈ ഒബ്ജക്റ്റീവ് നമുക്ക് എങ്ങനെയാണ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുക അതും അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് തരുന്നുണ്ട്. ഈ മോഡൽസിൽ അല്ലെങ്കിൽ തിയറീസിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ നമുക്ക് നമ്പർ ഓഫ് കുറച്ചധികം ഉണ്ട്, 5-10 തിയറീസൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്കതിൽ 3 തിയറീസാണ് പഠിക്കാനുള്ളത്. ദി ഇമ്പോർട്ടൻറ്റ് തിയറീസ് ആർ വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ,
സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ, യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡൽ. ഈ 3 മോഡൽസാണ് നമുക്ക് സിലബസ് പ്രകാരം പഠിക്കാനുള്ളത്. ഈ 3 മോഡൽസിന് ബേസിക് പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ്? ഒരു ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം, ദെൻ വാട്ട് ആർ ദ വേസ് ടു അഡോപ്റ്റ് ടു അക്കംപ്ലിഷ് ദിസ് ഒബ്ജക്റ്റീവ്. ഈ 2 കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മോഡൽസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഏതൊക്കെ മോഡൽസ് ആണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ളത്. ഒരു കമ്പനിക്ക് ഡൈവേഴ്സിഫൈഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ആ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്നും അത് എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും, ഈ 2 കാര്യങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് മെയിനായിട്ട് 3 തിയറീസ് ആണ് അല്ലെങ്കിൽ 3 മോഡൽസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അതിൽ നമുക്ക് ഒന്നാമത്തെ തിയറി നോക്കാം. ദാറ്റ് ഈസ് തിയറി ഓഫ് വാല്യൂ മാക്സിമൈസേഷൻ. വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് തിയറി ഓഫ് വാല്യൂ മാക്സിമൈസേഷൻ. Formerly, the most important objective of a business was maximization of profit. Nowadays, the most important objective is maximization of value of the firm. നമ്മൾ നേരത്തെ പറഞ്ഞോണം തന്നെ ട്രഡീഷണൽ ആയിട്ട് എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും എന്താണ് അവരുടെ എയിമായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം. അതാണ് അവരുടെ ബേസിക് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എയിമായിട്ട് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ ഒബ്ജക്റ്റീവായിട്ട് ഫിക്സ് ചെയ്യുന്നത് മാക്സിമൈസേഷൻ ഓഫ് വാല്യൂ ഓഫ് ദി ഫേം. ഒരു കമ്പനിയുടെ വാല്യൂ മാക്സിമൈസ് ചെയ്യണം. അതാണ് അവരുടെ ഒബ്ജക്റ്റീവായിട്ട് അവർ മെയിനായിട്ടും ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, ദെൻ ഇനി എന്താ വാല്യൂ നമുക്ക് നോക്കണം. ഷെയർ ഹോൾഡേഴ്സ് ആർ ദി ഓണേഴ്സ് ഓഫ് ദി ഫേം, ഹെൻസ് വാല്യൂ ഓഫ് ഫേം റെപ്രസെൻറ്റ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. നമുക്കറിയാം ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ആരാണ്? കമ്പനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നത്. അവരാണ് അതിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയാം. അവർക്കാണ് ആ ബിസിനസ്സിൻ്റെ മുകളിൽ എല്ലാ റൈറ്റും ഉള്ളത്. ഏത് ഡിസിഷൻ എടുക്കാനും എല്ലാത്തിനുമുള്ള റൈറ്റ് ഉള്ളത് ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. അവർക്കുള്ള വെൽത്തിനെ വിളിക്കുന്ന പേരാണ് വാല്യൂ ഓഫ് ദി ഫേം. ഓക്കെ, ഓരോ ഷെയർ ഹോൾഡേഴ്സിനുമുള്ള വെൽത്തിനെ വിളിക്കുന്ന പേരാണ് വാല്യൂ ഓഫ് ദി ഫേം. ദസ് വാല്യൂ മാക്സിമൈസേഷൻ ഓഫ് എ ഫേം ഇംപ്ലൈസ് മാക്സിമൈസേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യലാണ് എന്തെന്ന് പറയുന്നത്? വാല്യൂ മാക്സിമൈസേഷനെ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി വാല്യൂ എന്നാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് മനസ്സിലാക്കുക. ഒന്നാമത്തെ തിയറി ആയിട്ട് പറയുന്നത് ഒരു കമ്പനിയുടെ ബേസിക് ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ല ഇപ്പോൾ ഫിക്സ് ചെയ്യാം. എന്താണ് ഫിക്സ് ചെയ്യാം? വാല്യൂ മാക്സിമൈസേഷൻ ആണ് ഫിക്സ് ചെയ്യുന്നത്. ഒരു കമ്പനിയുടെ ഓണേഴ്സായ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക. വെൽത്ത് എന്ന് വെച്ചാൽ എന്താണ്? അവർക്ക് കിട്ടുന്ന ഇൻകം അത് മാക്സിമൈസ് ചെയ്യുക. അതാണ് വാല്യൂ മാക്സിമൈസേഷൻ തിയറിയെ കൊണ്ട് മെയിനായിട്ടും അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വാല്യൂവിൻ്റെ മീനിങ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. മീനിങ് ഓഫ് വാല്യൂ. Value maximization model assumes that the objective of the firm is to maximize value of the firm in the marketplace. അപ്പോൾ വാല്യൂ മാക്സിമൈസേഷൻ മോഡലിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കമ്പനിയുടെ മാർക്കറ്റ് പ്ലേസിൽ അതിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുക. അതാണ് സിമ്പിൾ വേർഡ് മീനിങ് ഓഫ് വാല്യൂ മാക്സിമൈസേഷൻ. ഓക്കെ, വാല്യൂ മാക്സിമൈസ് ചെയ്യുക ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. That means maximize the market value of the firm's shares. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു കമ്പനിയുടെ വാല്യൂ മാക്സിമൈസ് ചെയ്യുക? കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുക. നമുക്കറിയാം കമ്പനിയുടെ ഷെയർ മാർക്കറ്റിലെ ഓരോ കമ്പനികളും ട്രേഡിംഗ് നടത്തുമ്പോൾ അതിൻ്റെ വാല്യൂസിന് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. ഓരോ മിനിറ്റുകൾക്കിടയ്ക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എല്ലാവരും പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ബൈയിങ്ങും സെല്ലിങ്ങും നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഓരോ മിനിറ്റുകൾക്കും ചിലപ്പോൾ സ്റ്റോക്കിൻ്റെ ഷെയറിൻ്റെ വാല്യൂ കൂടാം കുറയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഷെയർ മാർക്കറ്റിൽ നമ്മുടെ കമ്പനിയുടെ ഷെയർസിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യാം. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വാല്യൂ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ഓഫ് ദി ബിസിനസ്. ഓക്കെ, ഇനി നമ്മൾ വാല്യൂവിൻ്റെ മീനിങ് ആണ് ഇവിടെ പറയാനായിട്ട് പോണത്. അപ്പോൾ തൊട്ട് മുമ്പ് പറയാമെന്ന് വെച്ചത് എന്താണ്? നമ്മൾ വാല്യൂ മാക്സിമൈസ് ചെയ്യണം എന്ന് തന്നെയാണ് നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. വാല്യൂ മാക്സിമൈസ് ചെയ്യാമെന്ന് വെച്ചാൽ ഷെയർ മാർക്കറ്റിൽ നമ്മുടെ കമ്പനിയുടെ ഷെയർ വാല്യൂ കൂട്ടുക. ഓക്കെ, അങ്ങനെ നമ്മൾ നേരത്തെ സ്ലൈഡിൽ എന്താ പഠിച്ചത്? അങ്ങനെ കൂട്ടുമ്പോൾ നമ്മുടെ വാല്യൂ മാക്സിമൈസേഷൻ കൊണ്ട് മെയിൻ ഫോക്കസ് എന്താണ്? ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് കൂട്ടലാണ് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ കമ്പനിയുടെ ഷെയർ വാല്യൂ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്
ഓട്ടോമാറ്റിക് ആയിരിക്കും ആർക്കാ ലാഭം ഉണ്ടാവുക? അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് തന്നെയാണ് ലാഭം ഉണ്ടാവുക. കാരണം അവർക്ക് ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ നല്ലൊരു ഞാൻ ചിലപ്പോൾ ഒരു 100 രൂപയ്ക്ക് മേടിച്ച ഷെയർ കുറേ നാളുകൾ കഴിയുമ്പോൾ ചിലപ്പോൾ 10,000 20,000 ഒക്കെ ആയാൽ ആർക്കാ ലാഭം കിട്ടുന്നത്? എനിക്ക് തന്നെയാണ്. ആസ് എ ഷെയർ ഹോൾഡർ ഞാൻ ഒരു 100 രൂപ കൊടുത്ത് മേടിച്ച ഷെയർസ് എനിക്കിപ്പോൾ വേണമെങ്കിൽ ചിലപ്പോൾ 10,000 20,000 നമുക്ക് സെൽ ചെയ്യാനായിട്ടുള്ള പറ്റുന്ന അവസ്ഥയാണെങ്കിൽ എനിക്ക് ലാഭം ഉണ്ടായി. അപ്പം അങ്ങനെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് കൂട്ടൽ തന്നെയാണ് വാല്യൂ മാക്സിമൈസേഷനോട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ വാല്യൂ മാക്സിമൈസേഷൻ അങ്ങനെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുന്നത് എന്ത് ചെയ്തിട്ടാണ്? ഷെയർ മാർക്കറ്റിലെ കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ടാണ് നമ്മളത് ഇൻക്രീസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നത്. ഇനി വാല്യൂൻ്റെ ഡെഫിനിഷൻ നോക്കാം. വാല്യൂ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ഓഫ് ദി ഫേം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നത്തെ 1 രൂപയല്ല നാളത്തെ 1 രൂപയായിട്ട് വരിക. ഇന്നത്തെ 1 റുപ്പീനേക്കാൾ കുറവായിരിക്കും നാളത്തെ 1 റുപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നലെ ഞാനൊരു കഴിഞ്ഞ ദിവസം ഞാനൊരു എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്ക് 10,000 റുപ്പീസ് കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മളത് ആ 10,000 വെച്ചിട്ടല്ല അതിൻ്റെ ജഡ്ജ്മെൻറ്റ് നടത്തേണ്ടത്. ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള 10,000ൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് വേണം ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാനായിട്ട്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ്ങിൽ. കാരണം എന്തുണ്ട്, ടൈം പാസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം വാല്യൂ ഓഫ് ദി മണി വിൽ ഡിപ്രീസിയേറ്റ്. അത് ദിവസം ചെല്ലുന്തോറും പണത്തിൻ്റെ മൂല്യം കുറഞ്ഞു വരും. അപ്പം നമ്മൾ എന്തൊരു ഡിസിഷൻ എടുക്കുന്നതിനേക്കാളും മുമ്പ് നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ഏർണിങ്സ് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതാണ് ഇവിടെ വാല്യൂയുടെ ഡെഫിനേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്. വാല്യൂ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ഓഫ് ദി ഫേം. ഫ്യൂച്ചറിൽ കിട്ടാവുന്ന ക്യാഷ് ഫ്ലോയുടെ പ്രസൻറ്റ് വാല്യൂ എന്ന് വിളിക്കുന്ന പേരാണ് വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 1 ഇയർ കഴിഞ്ഞിട്ട് 10,000 ഉണ്ട്. ആ 1 ഇയർ കഴിഞ്ഞിട്ട് കിട്ടുന്ന 10,000ൻ്റെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ദെൻ സെക്കൻഡ് ഇയർ നമുക്ക് 15,000 ഇൻഫ്ലോ കിട്ടുന്നതാണ് പറഞ്ഞിരിക്കണമെന്ന് വിചാരിച്ചാൽ ആ 2 വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്ന 15,000ൻ്റെ ഇപ്പോഴത്തെ വില, അതായത് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ സപ്പോസ് ഞാൻ 2020ലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയെന്ന് വിചാരിക്കുക. 21-ൽ 10,000 കിട്ടി. ആ 21-ൽ കിട്ടാൻ പോകുന്ന 10,000ൻ്റെ പ്രസൻറ്റ് വാല്യൂ 20-ലത്തെ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ദെൻ 22-ലാണ് 15,000 കിട്ടണമെന്ന് വിചാരിക്കുക. അപ്പോൾ 22-ൽ കിട്ടാൻ പോകുന്ന 15,000ൻ്റെ പ്രസൻറ്റ് വാല്യൂ, അതായത് 22-ൽ കിട്ടുന്ന 15,000ൻ്റെ ഇപ്പോഴത്തെ 20-ലത്തെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതിനെയാണ് എന്ന് വിളിക്കുക വാല്യൂ എന്ന് പറയുന്നത്. ഡിഫൈൻഡ് ആസ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ഓഫ് ദി ഫേം. The value of the firm is the value of its expected future profits discounted back to the present by an appropriate rate of interest. അപ്പോൾ നമ്മളിത് എങ്ങനെ ഡിസ്കൗണ്ട് ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നില്ല. കാരണം നിങ്ങൾക്കിത് തേർഡ് സെമ്മിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയാൽ മതി. അതായത് നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ എക്സാമ്പിളിൽ നമുക്ക് 21-ൽ കിട്ടുന്ന ഇൻഫ്ലോ എത്രയാണ്? 10,000 ആണ്. ആ 10,000 നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? പ്രസൻറ്റ് വാല്യൂയിലേക്ക് 20-ലത്തെ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. എങ്ങനെ കൺവേർട്ട് ചെയ്യാന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് തന്നെ ഒരു റേറ്റ് ഫിക്സ് ചെയ്യും. ഇന്ന റേറ്റ് വെച്ചിട്ടാണ് അതിനെ കൺവേർട്ട് ചെയ്യേണ്ടതെന്നത് റേറ്റ് ഫിക്സ് ചെയ്യും. അത് മാനേജ്മെൻറ്റിന് തീരുമാനിക്കാം. അവരുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലൊക്കെ നോക്കിയിട്ട് അവർക്ക് ആ റേറ്റ് ഫിക്സ് ചെയ്ത് ആ റേറ്റ് വെച്ച് നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മൾ 21-ൽ കിട്ടുന്ന 10,000നെ 20-ലത്തെ വാല്യൂക്ക് കൺവേർട്ട് ചെയ്യും. ദെൻ 22-ൽ കിട്ടുന്ന 15,000ൻ്റെ 20-ലത്തെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെയാണ് പറയുന്നത്. അതാണ് പറയുന്നത് ബൈ ആൻഡ് അപ്രോപ്രിയേറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫ്യൂച്ചറിൽ കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോസിനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യും. ദെർഫോർ വാല്യൂ മീൻസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് വാല്യൂ. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമ്മൾ വാല്യൂ മാക്സിമൈസേഷൻ മോഡലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ആ വാല്യൂ എന്ന് പറഞ്ഞ ടേമിൻ്റെ മീനിങ് തന്നെയാണ്.
വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഫ്യൂച്ചറിൽ കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്ന് വിളിക്കുന്ന പേരാണ് വാല്യൂ എന്ന് വിളിക്കുന്നത്. അത് നമ്മൾ അപ്രോപ്രിയേറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് യൂസ് ചെയ്തിട്ട് ദാറ്റ് വിൽ ബി ഡിസൈഡഡ് ബൈ ദി ടോപ്പ് മാനേജ്മെൻറ്റ്. അവർ ഡിസൈഡ് ചെയ്യുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ റേറ്റ് ഉപയോഗിച്ച് നമ്മൾ ഫ്യൂച്ചറിൽ കിട്ടുന്ന എല്ലാ ഇൻഫ്ലോസിനെയും പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യും. അങ്ങനെ കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന ഈ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് വാല്യൂ. വാല്യൂ മീൻസ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ വാല്യൂവിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി അത് വെച്ചിട്ട് വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ എന്താണെന്ന് ഒന്നും കൂടി നമുക്ക് നോക്കാം. വാല്യൂ ഓഫ് ദ ഫേം ഈസ് മെഷേർഡ് ബൈ കാൽക്കുലേറ്റിംഗ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ ഓഫ് പ്രോഫിറ്റ് ഓഫ് ദി ഫേം ഓവർ എ നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻ ദി ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ കിട്ടുന്ന ഇൻഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണ്. ബൈ കാൽക്കുലേറ്റിംഗ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ ഓഫ് പ്രോഫിറ്റ് ഓഫ് ദി ഫേം ഓവർ എ നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന ക്യാഷ് ഇൻഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണ് വാല്യൂ എന്ന് പറയുന്നത്. ടു ഡു സോ പ്രോഫിറ്റ്സ് ഓഫ് ദി ഫ്യൂച്ചർ ഇയേഴ്സ് മസ്റ്റ് ബി ഡിസ്കൗണ്ടഡ് ബിക്കോസ് മണി ഓഫ് ദി പ്രോഫിറ്റ് ഇൻ എ ഫ്യൂച്ചർ ഈസ് വർത്ത്ലെസ് ദാൻ എ റുപ്പി ഓഫ് പ്രോഫിറ്റ് ഇൻ ദ പ്രസൻറ്റ്. നമ്മൾ ഇത് എന്തിനു ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഫ്യൂച്ചറിൽ കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ വർത്ത്ലെസ് ആണ്, മൂല്യം കുറവായിരിക്കും. ഇപ്പോൾ കിട്ടുന്ന ക്യാഷിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ എമൗണ്ടിൻ്റെ വർത്ത് കുറവായിരിക്കും. അതാണ് പറയുന്നത് ടു ഡു സോ പ്രോഫിറ്റ് ഓഫ് ഫ്യൂച്ചർ ഇയേഴ്സ് മസ്റ്റ് ബി ഡിസ്കൗണ്ടഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫ്യൂച്ചറിൽ കിട്ടുന്ന ആ പ്രോഫിറ്റ് ഒക്കെ മസ്റ്റ് ബി ഡിസ്കൗണ്ടഡ് ബിക്കോസ് മണി വാല്യൂ ഓഫ് പ്രോഫിറ്റ് ഇൻ എ ഫ്യൂച്ചർ ഇയർ ഈസ് വർത്ത് ലെസ് ആൻ എ റുപ്പി ഓഫ് പ്രോഫിറ്റ് ഇൻ ദ പ്രസൻറ്റ്. ഇപ്പോൾ കിട്ടുന്ന പ്രോഫിറ്റിനേക്കാൾ വർത്ത് കുറവായിരിക്കും നമുക്ക് ഫ്യൂച്ചറിൽ നമ്മൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രോഫിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിനെയും പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷമേ നമ്മളൊരു ഡിസിഷൻ എടുക്കാനായിട്ട് പാടുള്ളൂ. Thus, the value of the firm or shareholders' wealth is given by present value of all expected future profit of the firm. അതുകൊണ്ട് നമുക്ക് വീണ്ടും എന്ത് പറയാം? ഒരു കമ്പനിയുടെ വാല്യൂ അല്ലെങ്കിൽ വാല്യൂ എന്നല്ലെങ്കിൽ വേറെ എന്താ ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്, അത് തന്നെയാണ് വാല്യൂ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോ. ഫ്യൂച്ചറിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന എല്ലാ ഇൻഫ്ലോകളുടെയും പ്രസൻറ്റ് വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് വാല്യൂ എന്ന് പറയുന്നത്. വാല്യൂ ഓഫ് ദി ഫേം ഇസ് ഈക്വൽ ടു ദി നെറ്റ് പ്രസൻറ്റ് വാല്യൂ, ഷോർട്ടായിട്ട് NPV എന്നാണ് പറയുക, ഓഫ് എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. സിമ്പിളായിട്ട് അറ്റ്ലീസ്റ്റ് വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ആ ഒരു സെൻറ്റൻസ് പഠിച്ചു വെച്ചാൽ പിന്നെ നമുക്ക് ഓർക്കാൻ പറ്റും. വാല്യൂ ഓഫ് ദി ഫേം ഇസ് ഈക്വൽ ടു NPV. NPV മീൻസ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. നമ്മൾ ഫ്യൂച്ചറിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ആണ് വാല്യൂ ഓഫ് ദി ഫേം എന്ന് പറയുന്നത്. ഈ വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ പ്രകാരം നമ്മൾ എന്തിനു ട്രൈ ചെയ്യണം? ആ വാല്യൂ മാക്സിമൈസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ വളരെ കുറച്ച് പോർഷൻസ് തന്നെ വീണ്ടും എടുത്തിട്ടുള്ള നമ്മൾ ഒന്നാമത്തെ മോഡൽസ് ഓൺ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫേമിൽ ഒന്നാമത്തെ മോഡൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. മോഡലിൻ്റെ പേര് വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ എന്നാണ്. അത് പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം എന്താണ് വാല്യൂ എന്നതിൻ്റെ മീനിങ് പഠിക്കുക, പിന്നെ വാല്യൂ മാക്സിമൈസേഷൻ മോഡലും പഠിക്കുക. ഇനി അതിൽ നമുക്ക് കുറച്ച് ഇക്വേഷൻസ് എങ്ങനെയാണ് ഈ വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ പ്രകാരം നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതിൻ്റെ ഇക്വേഷൻസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.